ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഹാർട്ട് കില്ലേഴ്സ് എന്ന സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്, അതായത് ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഫഡേലിനെയും ബൈസനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും കാണ്ടും സ്റ്റൈലും കൂടെ വിഷമിക്കുകയും ചെയ്യുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു ഈ എപ്പിസോഡ് എൻഡായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ജയിൽ ലൈഫിൽ ഒന്നാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ബൈസനെയും ഫഡേലിനെയും കാണിക്കുമ്പോൾ മറ്റുള്ള ജയിൽ പുള്ളികളുടെ കൂടെ ഇവർ കിടന്നുറങ്ങുവാണ്. ആ ടൈമിന് നമ്മുടെ ബൈസൻ്റെ അടുത്ത് കിടന്ന ഒരു ജയിൽ പുള്ളി ഇവൻ്റെ ദേഹത്തൂടെ കാലെടുത്തിട്ടിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ബൈസന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര ബുദ്ധിമുട്ടി കിടക്കുമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഇവർക്കെല്ലാവർക്കും എക്സസൈസ് ചെയ്യാനായിട്ട് ഒരു ടൈമുണ്ട്, അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങുന്ന ടൈമിന് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എക്സസൈസ് ചെയ്യാനായിട്ട് ചെറുതായിട്ട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒറിജിനൽ സംഭവം തന്നെ, ജസ്റ്റ് ഈ കമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഫഡയിലും ബൈസനും ഒക്കെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിന് ബൈസനാണെങ്കിൽ ഒരുമാതിരി ക്ഷീണിച്ചിരുന്ന് ചെയ്യുവാണ്. ആ സമയം ഫഡയിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയാനാണ്, എൻ്റെ അടുത്ത് കിടക്കുന്നവൻ എൻ്റെ നെഞ്ചത്ത് കാലും വെച്ചോണ്ടാണ് കിടന്നുറങ്ങി, മനുഷ്യൻ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര ടയേർഡാണെന്ന് ബൈസൺ പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ നീയെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ച് അവൻ്റെ ദേഹത്ത് കാലിട്ടിട്ട് കിടന്നുറങ്ങണം, നമുക്ക് 5 വർഷം എന്തായാലും ഇവിടെ കിടക്കാനുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യുന്നില്ല, അവനെ കാണുമ്പോഴേ പേടിയാവുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം ഫഡയിൽ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇപ്പം നല്ലതുപോലെ എക്സസൈസ് ചെയ്യും, അപ്പോഴത്തേക്കും നീ ക്ഷീണിക്കും, അപ്പോൾ നമുക്ക് രാത്രി പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബൈസനും ഓക്കെ എന്നുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യുവാണ്. ആ സമയമാണ് അവിടുത്തെ ഒരു വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു ഒരുത്തൻ വന്നിട്ട്, അവൻ്റെ ഗ്യാങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാരെ കൂടെ വന്നിട്ട് നമ്മുടെ ബൈസൻ്റെ അടുത്ത് എഴുന്നേറ്റ് മാറി, ഇതെൻ്റെ സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. ബൈസൺ എന്നാൽ ഇതെല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതല്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് അയാളാണെങ്കിൽ നീ എന്തുവാടാ തിരിച്ച് എന്നോട് സംസാരിക്കാൻ വരുവാണോ, ഇത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ടൈമാണ്, മര്യാദയ്ക്ക് എഴുന്നേറ്റ് മാറാൻ പറയുന്നുണ്ട്. ബൈസനപ്പോൾ അതിന് ഈ സ്ഥലം നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അയാൾ ദേഷ്യം വന്നിട്ട് എന്താണ് ചെക്ക നീ പറയുന്നത്, നീ ഇങ്ങനെ ഭയങ്കര കാണാൻ ക്യൂട്ടാണല്ലോ, എൻ്റെ അതേ ടൈപ്പ് തന്നെ, സത്യം പറഞ്ഞാൽ നിന്നെ എൻ്റെ കളിപ്പാവയായിട്ട് കൊണ്ട് നടക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈസൻ്റെ പ്രൈവറ്റ് പാർട്ടിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഫഡയിൽ വന്നിട്ട് അയാളുടെ കൈ തുടങ്ങിയിട്ട് ബ്രോ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, കൂളായിട്ട് അങ്ങ് പോയാൽ പോരെ, നിങ്ങൾ തന്നെ ഇവിടെ എക്സസൈസ് ചെയ്തോളാൻ പറഞ്ഞിട്ട് ബൈസൻ്റെ കൈയും പിടിച്ച് അവിടെ നടന്നു പോവാണ്. ആ സമയം ബൈസൺ നീ ഇടയിൽ കയറണ്ടായിരുന്നു, അവൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കിയതെന്ന് പറയുമ്പോൾ ഫഡയിലാണെങ്കിൽ അത് വേണ്ട, നമ്മൾ വന്ന് കയറിയതേ ഉള്ളൂ, ഈ 5 വർഷം ഇവിടെ നിൽക്കാനുള്ളതാണ്, വരുമ്പോൾ തന്നെ ഒരു ശത്രുവിനെ ഉണ്ടാക്കി ഇടണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിസിറ്റേഴ്സ് ടൈമാണ്. അപ്പോൾ ഇവരെ കാണാനായിട്ട് കാണ്ടും പിന്നെ സ്റ്റൈലും വന്നിട്ടിട്ട്, അങ്ങനെ ഇപ്പോൾ കാണ്ട് ബൈസനോട് സംസാരിക്കുമ്പോൾ നിന്നെ കണ്ടിട്ട് ഭയങ്കര ടയർഡായിട്ടുണ്ടല്ലോ, എന്താ ഉറക്കമൊന്നും ശരിയാവുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബൈസൺ ഓക്കെ ആവുന്നില്ല, പക്ഷേ കുഴപ്പമില്ല, ഇവിടെ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് ഉറപ്പാണെന്ന് ചോദിച്ചപ്പോൾ നീ ഉറപ്പാണ്, പിന്നെ നിൻ്റെ ടാറ്റു സ്റ്റുഡിയോ എങ്ങനെ പോകുന്നെന്ന് ചോദിച്ചപ്പോൾ കാണ്ട് എൻ്റെ അടുത്തേക്ക് ഒരു TV സ്റ്റാർ വന്നിട്ട് അയാൾ ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു, അങ്ങനെ എൻ്റെ ആ ഒരു ടാറ്റു സ്റ്റുഡിയോ സത്യം പറഞ്ഞാൽ നല്ല ഫേമസ് ആയി, ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് പൈസ ഉണ്ടാക്കാനും പറ്റുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം ബൈസൺ അപ്പോൾ നീ ഫേമസ് ആയി കഴിയുമ്പോൾ എന്നെ മറക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും മറക്കത്തില്ല, എൻ്റെ മനസ്സും എൻ്റെ ശരീരമൊക്കെ നിനക്കുള്ളതല്ലേ പെൻഗ്വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ബേബി നിനക്കായിട്ട് ബോറടിക്കാതിരിക്കാൻ ഒരു ബുക്കും കൂടെ തന്നയച്ചിട്ടുണ്ടെന്ന് പറയാണ്. അതിനവൻ താങ്ക്സും പറയുന്നുണ്ട്. അടുത്ത് ഫഡയിലെയും സ്റ്റൈലിനെയും കാണിക്കുമ്പോൾ സ്റ്റൈൽ ഇപ്പോൾ ഫഡയിലിൻ്റെ അടുത്ത് നീ ഇവിടെ ഓക്കെ ആണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ സ്റ്റൈൽ എന്നെ വിഷമിപ്പിക്കാനായിട്ട് ചുമ്മാ പറയുന്നതല്ലല്ലോ, ഞാനാണെങ്കിൽ 1-2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ജയിലിൽ കിടന്ന ആൾക്കാർ സംസാരിക്കുന്നതിനെ പറ്റി, അവർ പറഞ്ഞത് ജയിലിൽ കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ശരിക്കും ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡയിൽ ഞാൻ ഓക്കെയാണ്, പിന്നെ നിൻ്റെ മെക്കാനിക് ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്, കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്, നല്ല ബിസിയാണ്, പിന്നെ അച്ഛൻ റിട്ടയർ ആവല്ലേ, അതുകൊണ്ടിപ്പോൾ ഞാനാണ് നോക്കി നടത്തുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം എൻ്റെ ബർഗർ കടയുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ, അതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ആ സമയം സ്റ്റൈൽ അതിൻ്റെ ഓണർ അത് ആക്ച്വലി വിറ്റു, പക്ഷേ അതൊരു ബർഗർ കടയായിട്ട് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷേ പേര് മാറ്റി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ കട വീണ്ടും ഞാൻ വാങ്ങാൻ ശ്രമിക്കുമെന്ന് പറയാണ്. സ്റ്റൈലപ്പോൾ അതൊക്കെ പിന്നെ നോക്കാം, നിനക്കഥവാ ഇനിയിപ്പോൾ ആ കട വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരു അടിപൊളി ലൊക്കേഷൻ നിനക്ക് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫഡയിലിനോട് ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫഡയിൽ മിസ് ചെയ്യുന്ന ടൈമിനൊക്കെ എന്നെ കാണാമെന്നോ, നിന്നെ ഇപ്പം ഞാൻ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് 1 മാസം നിൽക്കാനുള്ള എനർജി കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലിൽ ഇവിടെ ഉള്ളത് നിനക്ക് എന്താണ് കഴിക്കാൻ തരുന്നത്, നീ ഭയങ്കര റൊമാൻറ്റിക് ആവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റൈലും കാട്ടും തിരിച്ചു പോകുന്നതാണ്. അങ്ങനെ കാറിൽ പോകുന്ന ടൈമിൽ സ്റ്റൈൽ ഇതെന്തൊരു കഷ്ടമാണ്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനാണെങ്കിൽ അവൻ്റെ അടുത്തിരിക്കുവാണെങ്കിലും ഞാനും അവനും തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസാണ്, എനിക്ക് അവനൊന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഹഗ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് നമുക്ക് അവരുമായിട്ട് മീറ്റ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഒരു സ്പെഷ്യൽ വിസിറ്റ് ഡേ ഉണ്ട്, പക്ഷേ അത് വർഷത്തിൽ
ഒരിക്കലേ കിട്ടുള്ളൂ എന്ന് പറയാണ്. ആസിം സ്റ്റൈൽ വർഷത്തിലൊരിക്കയോ, ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്, സത്യമായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് പറയുന്നുണ്ട്. കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവിടെ ജയിലിൽ ഇപ്പോൾ ബൈസനാണെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന ടൈമിൽ രാവിലെ വർക്കൗട്ട് ചെയ്യാനായിട്ട് അവൻ ഇരുന്ന സ്ഥലം വേണമെന്ന് പറഞ്ഞു വന്ന ആ ഒരാളും അയാളുടെ ഗ്യാങ്ങും അങ്ങോട്ടേക്ക് വരുവാണ്. വന്നിട്ട് ഇവൻ്റെ അടുത്ത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവനാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ വർക്കൗട്ട് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ആ സ്ഥലം ഞാൻ തന്നില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ ഇപ്പം അതിനല്ല വന്നത്, നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്താലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ബൈസനെ ഇൻറ്റിമേറ്റ് ആവാനായിട്ടുള്ള രീതിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ബൈസൺ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അയാൾ നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിക്കോ, ഞാൻ അതിനെ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം, എനിക്കതുകൊണ്ട് നിങ്ങളുടെ ആവശ്യമില്ലാന്ന് പറയുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ പക്ഷേ നിൻ്റെ ബോയ് ഫ്രണ്ട് ചെയ്യാൻ പറ്റാത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവനെ ടച്ച് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് ഇവനാണെങ്കിൽ അയാളുടെ കൂടെയുള്ള ഗ്യാങ്ങിലുള്ള രണ്ടുപേരെയും അയാളേക്ക് അടിച്ചിടുവാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് എന്തോ ഒരു അടപ്പോലത്തെ സംഭവം എടുത്തിട്ട് ഇയാളെടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിക്കുന്ന ടൈമിൽ എന്നെ കാണാൻ ക്യൂട്ടാണെന്നൊക്കെ അറിയാം എന്ന് വിചാരിച്ച് എൻ്റെ സ്വഭാവം ക്യൂട്ടാണെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരു പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചപ്പോൾ ബൈസൺ അത് പിന്നെ ഇയാൾ എന്നെ ഫോഴ്സ് ചെയ്യാൻ നോക്കുമായിരുന്നു എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഫഡയിലും ബൈസനും കൂടെ ആയിട്ട് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം നമ്മുടെ ബൈസനെ ഫോഴ്സ് ചെയ്യാൻ നോക്കിയതും ബൈസൺ തിരിച്ചടിച്ചതുമായ 3 എണ്ണം അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. 3-നും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെ നോക്കിയിട്ട് ഇനി അവർ നിന്നെ ശല്യം ചെയ്യാൻ വരും തോന്നുന്നില്ല. പിന്നെ ആ ഒരു പോലീസുകാരൻ വന്നിട്ട് നീ അവന്മാർ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നീ റീസൺ പറഞ്ഞുകൊണ്ട് നിന്നെ വെറുതെ വിട്ടു, അയാളായിട്ട് ഭീകരനായിരുന്നെങ്കിൽ നിന്നെ പിടിച്ച് ഒറ്റയ്ക്കുള്ള റൂമിലോട്ട് പൂട്ടിയേനെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ എന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇനിയിപ്പോൾ എന്നെ ഫോഴ്സ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവനെ കാണാൻ ഇത്രയെങ്കിലും ലുക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഫഡയിൽ ചിരിക്കുവാണ്. അതേ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ വരുന്നത്. നേരത്തെ വന്ന അതേ പോലീസുകാരൻ തന്നെയാണ്. അയാൾ വന്നിട്ട് നിങ്ങൾ പുറത്തായിരുന്ന ടൈമിന് നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഫഡയിൽ അതെ ഒരു ബർഗർ ഷോപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം പോലീസുകാർ എങ്കിൽ പിന്നെ നിനക്കാണെങ്കിൽ ഒന്ന് കിച്ചണിൽ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അവിടെ സ്റ്റാഫുകൾ കുറവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ ഓക്കെ സാർ ഞാൻ പോകാം, ഞാൻ എൻ്റെ അനിയനെയും കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പോലീസുകാർ ഓക്കെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കാർഡും സ്റ്റൈലും കൂടെ ആയിട്ട് ക്യാപ്റ്റനെ കാണാനായിട്ട് വന്നേക്കുന്നതാണ്. ക്യാപ്റ്റൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജയിലിലോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റൻ എന്തിനാണ് നിങ്ങൾ ജയിലിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞങ്ങളുടെ ബോയ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റൻ പുറത്ത് നിന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചാൽ പോരെയെന്ന് ചോദിച്ചപ്പോൾ അത് പറ്റത്തില്ല, എനിക്കവനെ ഫീൽ ചെയ്യണം, ടച്ച് ചെയ്യണം, ഹഗ് ചെയ്യണം, കിസ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ സ്റ്റൈൽ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇയാളാണെങ്കിൽ നീ ഒടുക്കത്തിൽ ലവിലാണല്ലോടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കാണിലോട്ടും സ്റ്റൈലിലോട്ടും നിങ്ങൾ എങ്ങനെയാണ് ജയിലിലോട്ട് പോകാൻ പോകുന്നത്, ഡ്രഗ്സ് വിറ്റിട്ടാണോ, ആരെങ്കിലും കൊന്നിട്ടാണോ, അത് മോഷ്ടിച്ചിട്ടാണോ? നീ ഒരു കാര്യം ഓർക്കണം, നിൻ്റെ മോഷണ കേസിൻ്റെ റെക്കോർഡെല്ലാം ഞാൻ ഒഴിവാക്കി വിട്ടതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നീ അടുത്ത മോഷണം കൊണ്ട് ഇറങ്ങരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം അതൊന്നുമല്ല എൻ്റെ പ്ലാൻ, വേറെ പ്ലാനാണ്. സാറിന് ജയിലിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ആൾക്കാർ അറിയാമോയെന്ന് ചോദിക്കുമ്പോൾ 2-3 പേരെ അറിയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ക്യാപ്റ്റൻ അല്ല നിൻ്റെ പ്ലാൻ ഇതാണോ എന്ന് വെച്ചിട്ട് ഒരു പ്ലാൻ പറയുന്നുണ്ട്. കണ്ടപ്പോൾ അതൊന്നുമല്ല, അതിനേക്കാളും അടിപൊളി പ്ലാൻ വേറെ എൻ്റെ ഉണ്ടെന്ന് പറയാണ്. അതിനുശേഷം ഫഡേലിനെയും ബോയ്സിനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ കിച്ചണിൽ നിന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫഡേലപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന 5 വർഷം ഇവിടെ കിച്ചൺ ഡ്യൂട്ടി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനും അതും ശരിയാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അതായത് ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു വേറൊരു ജയിൽ പുള്ളി വന്നിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല ഡ്യൂട്ടി, ഇത് കഴിഞ്ഞിട്ട് വേറെ വൊക്കേഷണൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ടെന്ന് പറയാണ്. ആ സമയം അവർ എന്താ സംഭവം എന്ന് ചോദിക്കുന്ന ടൈമിന് അത് പിന്നെ ഇവിടെയുള്ള ജയിൽ പുള്ളികൾക്ക് ഓരോരോ ട്രെയിനിങ് ഉണ്ട്, അതായത് ഫോർച്യൂൺ ടെല്ലിങ് പഠിക്കുക, പിന്നെ ഡ്രോയിങ് പഠിക്കുക, മെക്കാനിക്ക് പഠിക്കുക, അങ്ങനെ കുറച്ച് ക്ലാസ്സും സംഭവങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, ആ ക്ലാസ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കുക്കിംഗ് കഴിഞ്ഞിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അയാളങ്ങനെ പോയി കഴിയുമ്പോൾ ബൈസനാണെങ്കിൽ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് ചേരും, നീ ഏതിനാ ചേരാൻ പോകുന്നത്, നീ എൻ്റെ ഡ്രോയിങ്ങിന് വരുന്നു എന്ന് വെച്ചപ്പോൾ ഫഡയിൽ വേണ്ട എനിക്ക് ഡ്രോയിങ് ഇഷ്ടമല്ല, ഞാൻ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്തോളാം എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ബൈസനാണെങ്കിൽ ഡ്രോയിങ് ക്ലാസ്സിന് ജോയിൻ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലുന്നതാണ്. ചെന്നപ്പോൾ അവിടെ 4-5 പേരേ ഉള്ളൂ, ഒഴിഞ്ഞിരിക്കുന്ന ഒരു സീറ്റിൽ അവനും കയറി ഇരിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അടുത്തിരുന്ന ഒരാളടുത്ത് അല്ല പഠിപ്പിക്കാനുള്ള ആൾ വന്നില്ലേ എന്ന് വെച്ചപ്പോൾ അയാൾ ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ കാണ്ടിനെ കാണുന്നത്. കാണ്ടിൻ്റെ പ്ലാൻ ഇതായിരുന്നു, ഈ ഒരു രീതിയിൽ കയറി പറ്റുക എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ കാണ്ടിനെ കാണുമ്പോൾ ഇവന്മാരോട് ഷോക്കാകുന്നുണ്ട്. കാണ്ട് വന്നിരുന്നിട്ട് നല്ല പ്രൊഫഷണലായിട്ട് തന്നെ നിന്നിട്ട് ഇതിൽ ആർക്കൊക്കെ ഡ്രോയിങ് അറിയാൻ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ബൈസനൊഴിച്ച് ബാക്കി എല്ലാവരും കൈ ഉയർത്തുന്നുണ്ട്. ആ സമയം കാണുന്ന ബൈസൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം നിങ്ങൾ മാത്രമല്ലേ ഡ്രോയിങ് പഠിച്ചിട്ടില്ലാത്ത, അപ്പോൾ ഞാൻ നിങ്ങളെ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് ഫഡേലിനെ കാണിക്കുമ്പോൾ ഫഡേൽ മെക്കാനിക്കാണ് ചൂസ് ചെയ്തത്. അങ്ങനെ വരുന്ന ടൈമിനാണ് നമ്മുടെ സ്റ്റൈൽ അവിടെ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നത്. നമ്മുടെ സ്റ്റൈലിനെ കാണുമ്പോൾ ഇവനും ഒന്ന് നീ ഇവിടെ എത്തിയെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. സ്റ്റൈലപ്പോൾ നമ്മുടെ ഫഡേലിനെ
അതെല്ലാം കണ്ടിട്ട് എന്താ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വന്നതാണോ, ജോയിൻ ചെയ്യാൻ വന്നതാണെങ്കിൽ കയറി ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ പക്ഷേ എനിക്ക് മെക്കാനിക്കിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, നിങ്ങളതെല്ലാം പഠിപ്പിക്കുമെന്ന് വെച്ചപ്പോൾ സ്റ്റൈൽ ഉറപ്പായിട്ടും പഠിപ്പിക്കും, ഇനിയിപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ വണ്ടിയൊക്കെ ഫിക്സ് ചെയ്ത് തരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരും ഫ്ലേർട്ട് ചെയ്തുകൊണ്ടൊക്കെ നിന്നിട്ട് പിന്നീട് ക്ലാസ്സിന് ജോയിനായി പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും കാണ്ടിനെയും ബൈസനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ കാണ്ടാണെങ്കിൽ ഒരു ചെറിയ ഡ്രോയിങ് ലെസണായിരുന്നു പഠിപ്പിച്ചത്. നമ്മുടെ ബൈസനാണെങ്കിൽ ഡ്രോയിങ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കാണ്ട് അല്ല നീയല്ലേ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നോക്കിയാണ് ആ സമയം ബൈസൺ. അത് പിന്നെ എനിക്കിത് ജന്മനായുള്ള കഴിവാണ്, എല്ലാവർക്കും എന്തിനെങ്കിലും ടാലൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണും അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇപ്പോൾ നീ എന്നോടൊന്ന് അങ്ങോട്ട് ബാക്കിലോട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ബൈസനാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്ന ടൈമിന് കാണ്ട് നമ്മുടെ ബൈസൻ്റെ കയ്യിൽ നിന്ന് പെൻസിൽ പിടിച്ചിട്ട് അതങ്ങ് ഒടിക്കുവാണ്. ഒടിച്ചിട്ട് ഓ നീ നിൻ്റെ പെൻസിൽ ഒടിച്ചോ, ഞാൻ പോയി വേറെ പെൻസിൽ എടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഓൾറെഡി ഇവരെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ്റെ അടുത്ത് ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ കാണ്ടങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ബൈസൺ ഞാനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനും വേറെ വഴി കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത് സ്റ്റൈലിനെ ഫഡേലിനെ കാണിക്കുമ്പോൾ സ്റ്റൈൽ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഫഡേൽ ഇപ്പോൾ ഒരു കാർ ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം സ്റ്റൈൽ അങ്ങോട്ടേക്ക് നിന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിന്നെ ഇടത്തും പോകത്തില്ല, ഇപ്പം ഞാൻ നിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ ഞാൻ വിചാരിച്ചു നീ വല്ല മോഷണം വല്ലതും നടത്തിയിട്ട് ജയിലിൽ വരുമെന്ന്, നീ ഇങ്ങനെ വരും നീ വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ സ്റ്റൈൽ ഇങ്ങനെ വരുന്നത് കുറച്ചുകൂടെ നല്ലത്, അതാകുമ്പോൾ എനിക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കാനും പറ്റും, എനിക്കിങ്ങനെ ടച്ച് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞിട്ട് ഫഡേലിനൊക്കെ അവളൊരു കിസ് കൊടുക്കുന്നുണ്ട്. ആ സമയം ഫഡേൽ എന്താ ചെയ്യുന്നത്, പോലീസുകാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എനിക്ക് ഇതിനെ കിസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇപ്പം ഞാൻ അതിന് ഇങ്ങോട്ടേക്ക് വന്ന ഒരു മനുഷ്യനാകുമ്പോഴത്തേക്കും കുറേ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ കാണില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ളവരുടെ അടുത്ത് നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് എടുത്ത് വെച്ച ടൂൾസ് എല്ലാം നിങ്ങൾ തിരിച്ചു കൊണ്ടുവയ്ക്കണം, ഞാൻ നെക്സ്റ്റ് വീക്ക് വീണ്ടും വരും, അപ്പോൾ ഞാൻ നിങ്ങൾ അടുത്ത ക്ലാസ് പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കാണ്ടിനെയും ബൈസനെയാണ്. കാണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ബൈസൺ ഒരു ബാക്കിലോട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഇവർ സംസാരിക്കുകയാണ്, ഹഗ് ചെയ്യാണ്. ആ സമയം ബൈസൺ നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ കാണ്ട് അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് നിന്നെ കാണുമ്പോൾ സന്തോഷമാണ്, നിന്നെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനമാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കിസ് ചെയ്യുകയാണ്. അതിനുശേഷം അടുത്ത് ഫഡേലിനെയും പിന്നെ സ്റ്റൈലിനെയും കാണിക്കുമ്പോൾ ഇവരും ഇപ്പോൾ ഏതോ ഒരു മൂലയ്ക്കൊന്നും നിൽപ്പുണ്ട്, എന്നിട്ട് അവരും കിസ് ചെയ്യുകയാണ്. ആ സമയം സ്റ്റൈൽ ഞാൻ ഇവിടെ വന്നപ്പോഴേ നിന്നെ കണ്ട സമയത്തെ കിസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡയിലും നേരത്തെ ബൈസൺ പറഞ്ഞ പോലെ തന്നെ നീ എനിക്ക് വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല, അല്ല നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ കാണ്ടിൻ്റെ ഹെൽപ്പ് വേണ്ട, കാണ്ടിന് ക്യാപ്റ്റനായിട്ട് കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റി, ഞാനിനി എല്ലാ ആഴ്ചയും ഇവിടെ കാണും, നമുക്കിനി എല്ലാ ആഴ്ചയും മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിസ് ചെയ്യുവാണ്. ആ സമയം ഫഡയിൽ സത്യം പറഞ്ഞാൽ നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാ ആഴ്ചയും വരണമെന്നൊന്നുമില്ല, നിന്നെ മാസത്തിലൊരിക്കയോ 3 മാസത്തിലൊരിക്കലാണ് കാണുന്നതെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ ആഹാ നിന്നെ കാണാനായിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും അതിന് അപ്രീഷിയേറ്റ് ചെയ്യാതെ നീ ഇതാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സത്യം പറ നീ അടുത്ത ആളെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പടയിലാണെങ്കിൽ ഞാൻ എവിടെയാണെങ്കിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കിസ് ചെയ്യുവാണ്. ആ സമയമാണ് ഒരു പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് രണ്ടും കൂടെ മാറി നിന്നിട്ട് നമ്മുടെ സ്റ്റൈൽ ആ ടൂൾസൊക്കെ അവിടെ എടുത്ത് വയ്യെന്നൊക്കെ പറയുന്നുണ്ട്. കടയിലപ്പോൾ ആ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ടൂൾസൊക്കെ ഇങ്ങനെ പറക്കി വയ്ക്കുന്ന പോലെ നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റൈലും ആ ഓക്കെ ഞാൻ നെക്സ്റ്റ് വീക്ക് വന്നിട്ട് അടുത്ത ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റൈൽ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഫാട്ടയിലും എല്ലാം പറക്കി വെച്ചിട്ട് ആ പോലീസ് തന്നെ നോക്കിയിട്ട് അവനെ നടന്നു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് 2 വർഷമൊക്കെ ആയിട്ടുണ്ട്, ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയി പോവാണ്. എല്ലാ ആഴ്ചയും ഒരു ക്ലാസ്സിന് വരുന്നുണ്ട്, വരുമ്പോൾ തന്നെ ഒരു ഇതും മിസ് ചെയ്യാതെ നല്ലപോലെ ഒരു ഇൻറ്റിമേറ്റ് ആവുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് തന്നെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരുന്നിട്ട് പിന്നീട് 3-ാമത്തെ വർഷം ആവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബൈസനാണെങ്കിൽ ബുക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് അവനടുത്തേക്ക് ഫാടയിൽ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് കപ്പ് കേക്ക് കൊടുത്തതിന് ശേഷം എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് വലിയ കേക്കൊന്നും ഇവിടെ ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ അതൊന്നും കുഴപ്പമില്ല, ഇവിടെ വന്നതിന് ശേഷം ഏതാ ഡേറ്റ് ഏതാ ദിവസം അതുപോലും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട്. ആ സമയം ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അത് നമ്മുടെ ബേബി ഇതിന് വായിക്കാനായിട്ട് കൊടുത്തായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ബുക്കിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ജയിൽ ചാടാം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കായിരുന്നു. അവനങ്ങനെ വായിക്കുന്നതായിട്ട് ഫടനാണെങ്കിൽ ശരിക്കും ജയിൽ ചാടാൻ അവൻ്റെ പ്ലാനും ഇട്ടോ, ഇട്ടെങ്കിൽ എന്നെ കൂട്ടുണ്ടാകും ഞാൻ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ കേക്കൊക്കെ കൊടുത്ത് കുറച്ചൊന്ന് സോപ്പിട്ടിരിക്കണമെന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫടയിലാണെങ്കിൽ എൻ്റെ തുണിയും കൂടെ ഒന്ന് കഴുകിയിട്ടേക്കണേ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയമാണ് അവിടെ തുണി കഴുകിയിട്ടേക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് 2 പേര് നിന്ന് ഇൻറ്റിമേറ്റ് ആവുന്ന കാണുന്നത്. അതായത് 2 പേര് നിന്ന് ഇൻറ്റിമേറ്റ് ആവുന്നത് കണ്ടുകൂടാ, അവരുടെ കാല് മാത്രമേ കാണാവൂ. അതിൽ നിന്ന് തന്നെ ഇവന് മനസ്സിലാവുന്നുണ്ട് ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നതാണെന്ന്. ആ സമയം ഇവൻ നോക്കിയപ്പോൾ വേറൊരു ജയിൽ പുള്ളി ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാളുടെ നിന്നിട്ട് ഞാൻ കാണുന്നത് നിങ്ങളും കാണുന്നുണ്ടോ എന്ന് വെച്ച സമയത്ത് അയാളാണെങ്കിൽ ഇതൊക്കെ ഇവിടെ കോമണാണ്, ആക്ച്വലി അവർ ഈ ചെയ്യുന്നത് വേറെ ആരും കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് എന്നെ ഇവിടെ കാവൽ നിർത്തിയിരിക്കുന്നതാണ്, അതിന് പകരമായിട്ട് ഞാൻ അവരെ ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങാറുണ്ട്, ഇവിടുത്തെ എൻ്റെ ജോലി അതാണെന്ന് പറയാണ്. ആ സമയം ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അല്ല നിനക്ക് ആരെയും കിട്ടിയില്ലേ എന്ന് അയാളിപ്പോൾ അവനോട് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ എനിക്കൊരാളുണ്ട് പുറത്താണെന്ന് പറയാണ്. ആ സമയം പുറത്താണെങ്കിലും അകത്താണെങ്കിലും നമുക്കത് ചെയ്യണമെന്നുള്ള ഫീലിംഗ് വരുമ്പോൾ അങ്ങ് ചെയ്തേക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്തോ
അത് പറഞ്ഞത് അവൻ എന്തോ പോലെ തോന്നി. കാരണം ഓൾറെഡി പുറത്തൊരാളുള്ളപ്പോൾ നമ്മൾ എന്തിനാ അകത്തൊരു മറ്റൊരാളെ കണ്ടുപിടിച്ചിട്ട് അയാളോട് ചെയ്യാൻ നിൽക്കുന്നതെന്നുള്ളൊരു ഫീല്. അതിനുശേഷം പിന്നീട് കാണ്ട് വന്നിട്ട് ഇവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് കാണ്ടിന്ന് അവർ പുറത്ത് മതിലൊക്കെ പെയിൻറ്റ് ചെയ്യാനായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും പെയിൻറ്റ് ചെയ്തെടുക്കുന്ന ടൈമിന് നമ്മുടെ കാണ്ടുവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടി കൊടുക്കുന്നുണ്ട്. ആ സമയം ബൈസൺ നീ എൻ്റെ ബർത്ത്ഡേ മറന്നില്ലേന്ന് വെച്ചപ്പോൾ ഇല്ല ഞാൻ എങ്ങനെ മറക്കാനാണ്, നിൻ്റെ എല്ലാ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങട്ടെ, നിനക്ക് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് നേരത്തെ അയാൾ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അതായത് നമുക്ക് ആ ഫീലിംഗ് വരുമ്പോൾ നമ്മുടെ ലവർ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇവിടെ ഉള്ള ഒരാളോട് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അതിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ ഇവ ഇപ്പോൾ കാണ്ടിനോട് നിനക്ക് ആ ഫീലിംഗ് വരുമ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം കാണ്ടിന് ആദ്യം മനസ്സിലാവുന്നില്ല, പിന്നീട് ആ ഉദ്ദേശിച്ച ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കാണ്ട് എന്തോ നീ എങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഇനിയിപ്പോൾ അത് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ നീ എന്നെക്കുറിച്ച് ആലോചിക്കണ്ട, നീ വേറെ ആരെങ്കിലും കൂടെ ചെയ്തോ, പക്ഷേ അതിൻ്റെ അകത്ത് ലവ് ആവരുത്, ജസ്റ്റ് ഫിസിക്കലി ഈ സംഭവം മാത്രം മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് അതൊന്നും പറ്റത്തില്ല, എൻ്റെ മനസ്സും ശരീരവും മൊത്തം നിനക്കുള്ളതെന്ന് പറയാണ്. അതും പറഞ്ഞുകൊണ്ട് കാണ്ട് ബൈസൻ്റെ ഒരു ചെറിയ ഉമ്മ കൊടുക്കുന്നുണ്ട്. ആ സമയം ബൈസൺ ദേണ്ടേ ജയിൽ പുള്ളികളേതും ഇങ്ങനെയൊന്നും ഉമ്മ വയ്ക്കാൻ പാടില്ല, ജയിലിൽ പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് കുഴപ്പമില്ലെങ്കിൽ ജയിലിൽ ചെന്നിട്ട് അവിടെ പറഞ്ഞോളാം, അത് പിന്നെ ആ ചെക്കൻ ഭയങ്കര ക്യൂട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കിസ് ചെയ്ത് പോയത് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അതേസമയം ബൈസനാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഇപ്പോൾ എന്താ വേണ്ടത് നിനക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, അത് നീ ഇവിടെ വെച്ച് തന്നെ തന്നു, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബൈസൺ ഇൻറ്റിമേറ്റ് ആവുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബൈസൺ കുറച്ച് മുമ്പേ കണ്ട ഇങ്ങനെ ഓരോരുത്തർ ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ കാലിരിക്കുന്ന ആളടുത്തേക്ക് നമ്മുടെ കാണ്ടിനെ വിളിച്ചുകൊണ്ട് എന്നിട്ട് അയാൾക്ക് അതിന് പകരമായിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റാണ് കൊടുക്കുന്നത്, അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരുണ്ട് വരും അവിടെ ഇട്ടേക്കുന്ന തുണിയുടെ പുറകെ ചെന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കാണ്ട് ഇവിടേക്ക് ഇങ്ങനെയാണെന്ന് വെച്ചപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബൈസൺ കിസ് ചെയ്യാൻ പോയപ്പോൾ അല്ല നീയല്ലേ പറഞ്ഞ ഞാൻ ജയിലിൽ പോകുന്നു, അപ്പം പിന്നെ ഞാൻ നിന്നെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വധശിക്ഷ എന്നെ കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ എന്തൊരു പേടിയാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ഒരു കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവാണ്. പിന്നീട് കഴിയുന്നത് 4ാമത്തെ വർഷം ആവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ക്ലാസ്സുള്ള ദിവസം ഫഡയിൽ സ്റ്റൈലിനെ കാണാനായിട്ട് മെക്കാനിക് ക്ലാസ്സിന് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ സ്റ്റൈലിന് വരെ മറ്റൊരു പയ്യനായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ ക്ലാസ്സിൽ കയറാതെ വരുന്നുണ്ട്. അതേസമയമാണ് ഇവനെ കാണാനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അങ്ങനെ അവൻ ചെന്ന് നോക്കുമ്പോൾ അത് സ്റ്റൈലായിരുന്നു. സ്റ്റൈൽ അങ്ങനെ നമ്മുടെ ഫഡയിലെ കണ്ടതും സോറി എനിക്കാണെങ്കിൽ ഭയങ്കര തിരക്കായിപ്പോയി അതുകൊണ്ട് ക്ലാസ്സിന് വരാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫഡയിൽ കുഴപ്പമില്ല എന്ന് പറയാണ്. എന്നാൽ ഫഡയിലെ മോൻ കാണുമ്പോൾ അറിയാം അവനാണെങ്കിൽ എന്തൊക്കെയോ അത് സങ്കടമായിട്ടുണ്ട്, ഓക്കെ അല്ലാത്ത ഫീലിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൈലാണെങ്കിൽ അത് പിന്നെ നമ്മുടെ ആ ഒരു മെക്കാനിക് ഷോപ്പ് അച്ഛൻ റിട്ടയർ ആയപ്പോൾ ഇപ്പോൾ ഞാനാണ് നോക്കുന്നത്, പിന്നെ ആ ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ വർക്കൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ മീറ്റ് ചെയ്തും കുറേ പ്രോജക്റ്റ്സ് ഒക്കെ ചെയ്തിട്ടും അങ്ങനെ കുറച്ച് ബിസിയായി പോയി. കുഴപ്പമില്ല എനിക്ക് ക്ലാസ്സിന് വരാൻ പറ്റാത്ത ദിവസം ഞാൻ ഇതിനെ ഇങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്തോളാം, നിനക്ക് ഓക്കെ ആണെന്ന് വയ്ക്കുന്ന സമയത്ത് പടയിൽ ഓക്കെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് സ്റ്റൈൽ, നമ്മൾ മീറ്റ് ചെയ്ത ടൈമിങ് മാറിപ്പോയി തോന്നുന്നു, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ, നീ നിൻ്റെ ഫ്യൂച്ചറിനെ ശ്രദ്ധിക്കുക, നീ എന്നെ കാണാനായിട്ട് ഇവിടെ വന്ന് സമയം കളയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. ആ സമയം സ്റ്റൈൽ തടങ്ങിയിട്ട് പക്ഷേ എനിക്ക് നീ ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ വർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് നിന്നെ ഇങ്ങനെ വിട്ട് കളയാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫടയിലാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ നീ ഇനി വരണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിന്നിട്ട് അവനാണെങ്കിൽ എനിക്ക് കിച്ചണിൽ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് നടന്നു പോവാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റൈൽ അവൻ്റെ ഗ്യാരേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ വന്നിട്ട് ഈ മാസം നീ എത്ര വണ്ടിയാണ് നന്നാക്കിയത്, നിനക്ക് പൈസയ്ക്കെല്ലാം ആവശ്യമുണ്ടെന്ന് വെച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ മോനാണെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന കണ്ടിട്ട് അച്ഛൻ എന്തിട്ട് സന്തോഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഫടയിൽ എവിടെയെന്ന് വെച്ചപ്പോൾ ഫടയിൽ ഇപ്പോൾ എബ്രോഡാണെന്ന് പറഞ്ഞിട്ട് അവനെ വിഷയം മാറ്റി വിടുന്നുണ്ട്. അച്ഛനും അപ്പം നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലല്ലേ, ആ റിലേഷൻഷിപ്പിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ, അതുകൊണ്ട് നന്നായിട്ടിരിക്കുക, അവനൊന്ന് തിരിച്ചു വരുമല്ലോ അപ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ പോകുന്നുണ്ട്. ആ സമയം ഫടയിൽ കഴിഞ്ഞ ദിവസം എന്തോ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് നടന്നു പോയതൊക്കെ അവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബേബി വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ആ സമയം കാണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. കാണ്ടിനെ കാണുന്നതും ബേബിയാണെങ്കിൽ നീ എനിക്കൊരു ടാറ്റു ചെയ്ത് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കാണ്ട് എന്താ പെട്ടെന്ന് ഇപ്പോൾ ടാറ്റു ചെയ്യാൻ ആഗ്രഹം വന്നതെന്ന് വെച്ചപ്പോൾ അത് പിന്നെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് ഒരു ടാറ്റു ചെയ്യാൻ ആഗ്രഹം തോന്നിയെന്ന് പറയാണ്. കാണ്ടപ്പോൾ നിനക്ക് എന്ത് ടാറ്റു വേണ്ടതെന്ന് വെച്ചപ്പോൾ അത് പിന്നെ എനിക്ക് നിൻ്റെ പേരാണ് ടാറ്റു ആയിട്ട് വേണ്ടതെന്ന് പറയാണ്. ആ സമയം അത് കാണുമ്പോൾ കാണ്ടാണെങ്കിൽ കുറച്ചൊന്ന് ഇമോഷണൽ ആവുന്നുണ്ട്. എന്നിട്ട് ബേബിയുടെ അടുത്ത് അല്ല നീ എൻ്റെ പേര് നിന്നെ ടാറ്റു അടിക്കുന്നത് അതൊക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബേബി ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് അവരുടെ ലൈഫിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അവർ സ്നേഹിക്കുന്ന ആളുടെയും പേര് ടാറ്റു അടിക്കുന്നത്, എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് നീയാ, അതുകൊണ്ട് എനിക്ക് നിൻ്റെ പേരെ ടാറ്റു ആയിട്ട് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് ഇപ്പോഴെങ്ങനെ ഒരു വാണിംഗ് തരാം, ഒരിക്കൽ ടാറ്റു അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ടാറ്റു അടിക്കാൻ ആഗ്രഹം തോന്നുമെന്ന് പറഞ്ഞിട്ട് അവനെ നേരെ ടാറ്റു അടിക്കുന്ന സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുപോയിട്ട് ടാറ്റു അടിച്ച് കൊടുക്കുന്നുണ്ട്. അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലെല്ലാം ബേബി സ്പെല്ലിങ് തെറ്റാണോ, നീ നേരെയാണോ ചെയ്യുന്നത്, നീ സ്പെല്ലിങ് കറക്റ്റായിട്ട് തന്നെ എഴുതുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കണ്ടിട്ട് മിണ്ടാതിരിക്കട്ടെ, എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് ഞാൻ എങ്ങനെ തെറ്റിക്കും, ഞാൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അവൻ ടാറ്റു ഒക്കെ ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഫടയിലാണെങ്കിൽ
കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ടൈമിന് ബൈസൺ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ ക്ലാസ്സിന് പോകുന്നില്ലേ, സ്റ്റൈലാണെങ്കിൽ നിൻ്റെ കാണാനായിട്ട് ഈ ആഴ്ച 2 പ്രാവശ്യം വന്നല്ലോ, എന്നാൽ 2 പ്രാവശ്യം വന്നപ്പോഴും നീ ബിസിയാണെന്ന് പറയുന്നത് ഒഴുങ്ങി മാറിയല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാൻ ശരിക്കും ബിസിയാണെന്ന് ഇവൻ പറയുന്നുണ്ട്. ആ സമയം ഓ നീ ബിസിയാണല്ലേ, ഫുഡ് കുക്ക് ചെയ്യുന്ന ടൈമിലല്ലാതെ നീ വേറെ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാനിപ്പോൾ വേറെ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുക മസാജിങ് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓ നീ മസാജിങ് ഒക്കെ പഠിച്ചിട്ട് ആൾക്കാരെ എല്ലൊടിക്കാൻ പോകണമെന്ന് വെച്ചിട്ട് അവനായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവൻ്റെ ആ മര്യാദയ്ക്ക് ഇരുന്നില്ല നിൻ്റെ കാടിൻ്റെ കാര്യം ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പടയിൽ തിരിച്ചും പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഓ ശരി ഞാൻ വിട്ടെ. പിന്നെ സ്റ്റൈൽ നിനക്ക് തരാൻ പറഞ്ഞു തുടങ്ങിയിട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയൊരു പൂ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റൈലാണെങ്കിൽ അന്ന് ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ പഠിപ്പിച്ച സംഭവങ്ങളെല്ലാം അവൻ ഇങ്ങനെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമിന് അവനെ കാണാനായിട്ട് ഫഡേൽ അങ്ങോട്ടേക്ക് വരാണ്. ആ സമയം ഫഡേലിനെ കണ്ടപ്പോൾ ഓ ഞാൻ വിചാരിച്ചു നീ എന്നെ കാണാൻ വരത്തില്ല എന്ന്. അല്ല ഞാൻ എന്ത് ചെയ്തിട്ട് നിനക്കിപ്പോൾ എന്നോട് ഇത്ര ദേഷ്യമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡേൽ പറയുകയാണ് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടില്ലേ എനിക്കങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുമ്പോഴത്തേക്കും അതെനിക്ക് ഒരുമാതിരിയാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാറില്ല. എന്നാൽ നീ എനിക്ക് പ്രോമിസ് ചെയ്തു നീ എന്നെ എപ്പോഴും കാണാൻ വരാമെന്ന്. അങ്ങനെ ഞാൻ നിന്നെ എപ്പോഴും കാണുകയും കൂടെ നിൽക്കുന്നതൊക്കെ ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇന്ന് ഇവിടെ ജയിലിൽ നിന്നുകൊണ്ട്, എന്നാൽ പെട്ടെന്നൊരു ദിവസം നീ വന്നില്ല. അപ്പോൾ എനിക്കെങ്ങനെ ഫീലായെന്നറിയാമോ, ഞാൻ നിന്നെ എന്തുമാത്രം മിസ് ചെയ്യുമെന്നറിയാമോ, നിനക്ക് വരാൻ പറ്റത്തില്ല, ഇനി ഇങ്ങനെ പ്രോമിസ് ഒന്നും ചെയ്യരുത്, നീ പോയി നിൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യം നോക്കാനായിട്ട് പറയുന്നുണ്ട്. ആദ്യം സ്റ്റൈലാണെങ്കിൽ നമ്മുടെ ഫഡേലിൻ്റെ ബർഗർ കട, ആ കടയിൽ അവനിങ്ങനെ എപ്പോഴും അവൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്ന ആ കടയുടെ പേരുള്ള ഒരു പിന്ന് ഇപ്പോൾ സ്റ്റൈൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാണിച്ചിട്ട് ദേ ഞാനാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള ഫ്യൂച്ചറിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ ഓ അങ്ങനെയാണോ, അല്ല എന്ത് ഫ്യൂച്ചറാന്ന് ചോദിക്കുന്ന ടൈമിന് അത് പിന്നെ ഞാനത് റെഡിയാക്കുന്നേ ഉള്ളൂ, അതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് വരണം, നീ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാമോ, എന്നിട്ട് ഞാൻ നിനക്കത് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ ഓ നീ എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് 5ാമത്തെ വർഷമായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ സ്റ്റൈലും കണ്ടുകൂടെയായിട്ട് ജയിലിൻ്റെ പുറത്ത് ഫഡേലിനെയും ബൈസനെയും നോക്കിയിരിക്കുകയാണ്. കാരണം അവരുടെ 5 വർഷത്തെ ശിക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബൈസനെ ഓടി വന്നിട്ട് ഞാൻ നിന്നെ മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണ്ടിനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് ഫഡേൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിലുണ്ട് നമ്മുടെ സ്റ്റൈൽ അല്ല നീ എന്നെ മിസ് ചെയ്തൊന്ന് പറയാൻ പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിൽ ഇല്ല ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റൈലിനെ കിസ് ചെയ്തിട്ട് ഞാൻ അത് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാണ്ടും ബൈസനും കൂടിയിട്ട് ഓ ഫഡേൽ എന്തുവാ ഇത് എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കാണ്ടാണെങ്കിൽ ബൈസനോട് നേരെ ഇനി വീട്ടിലോട്ട് പോകുന്നു, അത് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കിനി പോകാൻ വീടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എൻ്റെ വീടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതേസമയം ബൈസൺ പക്ഷേ എനിക്കിപ്പോൾ വീട്ടിൽ പോകണ്ട, കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ, എനിക്ക് ഫ്രീഡം ഒന്ന് ആഘോഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതേസമയം സ്റ്റൈൽ എന്നെയാണെങ്കിൽ എൻ്റെ സ്ഥലത്തേക്കൊന്ന് വിട്ടേക്കണേ എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് ഓക്കെ എന്ന് പറയാണ്. അതേസമയം എൻ്റെ സ്ഥലമോ, നീ ഏതാ ഉദ്ദേശിച്ചത്, നിൻ്റെ ഗ്യാരേജാണോ എന്നിങ്ങനെ ഫഡേൽ ചോദിക്കുന്ന ടൈമിന് സ്റ്റൈൽ അത് നിനക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. ഇതും കാണിച്ച് പാർട്ട് 1 ഉണ്ടാക്കുന്നുണ്ട്. പാർട്ട് 2 പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നൊരു ബൈ.